കഴിഞ്ഞപ്പോൾ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ പോലീസ് വരികയാണെന്ന്. ഞാൻ പേടിച്ചു. ഞാൻ എന്താ തെറ്റ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വെറുതെ പറഞ്ഞാണ്, നിൻ്റെ വിസ അപ്രൂവ് ആയിട്ടുണ്ട്, നിനക്ക് വിസ തരാൻ ഇവിടെ ഉള്ള ഞങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥർ റെഡിയാണ്. എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല, പക്ഷേ അവർ ഓക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ ഈ സമയങ്ങളൊക്കെയും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, മുട്ടുകുത്തുന്നുണ്ട്. എൻ്റെ ഞങ്ങൾ ഹിന്ദുക്കളാണ്, പക്ഷേ ഞാൻ 5 വർഷം ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ആ ഒരു സ്പാർക്ക് അവിടെ നിന്നേ കിട്ടിയതാണ്. എൻ്റെ 1ാം ക്ലാസ് തൊട്ട് കിട്ടിയതാണ്. ഞാൻ പള്ളിയിൽ പോകും, മുട്ടുകുത്തും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഒരു പ്രശ്നമില്ല. മാനേജർ വന്നു, ഇവർ സംസാരിച്ചു. അപ്പോൾ ഞാൻ ഇവരുടെ പുറത്ത് നടക്കുകയാണ്, എന്തായി. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ മാനേജർ എന്നെ കണ്ടിട്ട് പറഞ്ഞു, പറ്റില്ല, കാരണം ഓൾറെഡി 45 പേര് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്, അതുകൊണ്ട് നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നീ സ്റ്റുഡൻ്റ് അല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് തിരിഞ്ഞ് നിന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് നിന്നിട്ട് പറഞ്ഞു, സംസാരിക്കുകയാണ് മാതാവിനോട്, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അവരോട് വിസ ചോദിച്ചത്, ഞാൻ വിസ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് കഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോലി മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ഏതെങ്കിലും സ്കൂളിൽ കയറണം എന്നാണ് വിചാരിച്ചത്, നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ വിസ ചോദിച്ചേ എന്ന് പറഞ്ഞു. ഞാനങ്ങ് പോയി. അപ്പോൾ ഡെപ്യൂട്ടി മാനേജർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അയാൾ അങ്ങനെയൊക്കെ പറയും, പക്ഷേ എനിക്ക് നിന്നെ വേണം, ഞാൻ അതുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ട് മെയിൽ അയക്കാൻ പോവാണെന്ന്. അപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഒന്നുമല്ലാത്ത എന്നെ, വെറും പൂജ്യമായിട്ടുള്ള എന്നെ വേറെ ആർക്കൊക്കെയോ വേണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇവർ റെക്കമെൻഡ് ചെയ്യാൻ പോവാണെന്ന്. അത് മാതാവ് എനിക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കുന്ന പോലെ അങ്ങനെ ഇവർ മെയിൽ അയക്കാൻ തുടങ്ങി. പക്ഷേ മാനേജറും എനിക്ക് വേണ്ടിയിട്ട് മെയിൽ അയക്കാൻ തുടങ്ങി. 1 മാസം കഴിഞ്ഞപ്പോൾ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ പോലീസ് വരികയാണെന്ന്. ഞാൻ പേടിച്ചു. ഞാൻ എന്താ തെറ്റ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വെറുതെ പറഞ്ഞാണ്, നിൻ്റെ വിസ അപ്രൂവ് ആയിട്ടുണ്ട്, നിനക്ക് വിസ തരാൻ ഇവിടെ ഉള്ള ഞങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥർ റെഡിയാണ്. എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല, പക്ഷേ അവർ ഓക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ ഈ സമയങ്ങളൊക്കെയും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, മുട്ടുകുത്തുന്നുണ്ട്. എൻ്റെ ഞങ്ങൾ ഹിന്ദുക്കളാണ്, പക്ഷേ ഞാൻ 5 വർഷം ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ എനിക്ക് ആ ഒരു സ്പാർക്ക് അവിടെ നിന്നേ കിട്ടിയതാണ്. എൻ്റെ 1ാം ക്ലാസ് തൊട്ട് കിട്ടിയതാണ്. ഞാൻ പള്ളിയിൽ പോകും, മുട്ടുകുത്തും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഒരു പ്രശ്നമില്ല. കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ ഈ മെഴുകുതിരിയും പ്രാർത്ഥനയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചിട്ട്, ഹസ്ബൻഡിനെ ഇഷ്ടമാണ് പ്രാർത്ഥിക്കാൻ, ഞങ്ങൾ 2 പേരും കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു, അടുത്ത ദിവസം ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. ശരി പറഞ്ഞു. ഞാൻ വീട്ടിൽ പോവാണ്. അപ്പോൾ പോകാൻ നേരത്ത് ഡെപ്യൂട്ടി മാനേജർ കുറച്ച് പേപ്പർ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നാളെ ചോദിക്കുന്നത്, ഇത് മാത്രം പഠിച്ചിട്ട് വന്നാൽ മതി എന്ന്. ഞാൻ പറഞ്ഞു, ചീറ്റിംഗ് അല്ലേ, എനിക്ക് ഇങ്ങനെ പഠിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഒരു ചീറ്റിങ്ങും ഇല്ല, ഇത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, നിനക്ക് ഫ്രീ വിസയാണ് കിട്ടാൻ പോകുന്നത്. സത്യമാണ്, എൻ്റെ കൂടെയുള്ള ആൾക്കാരും എനിക്ക് പരിചയമുള്ള ആൾക്കാരും അല്ലേ 12-15 ലക്ഷം കൊടുത്ത് എടുത്ത വിസയാണ് എനിക്ക് ഫ്രീ ആയിട്ട് മാതാവ് കയ്യിൽ വെച്ച് തരാൻ പോകുന്നത്. എനിക്ക് 15 ലക്ഷമൊന്നും എനിക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. 15 ലക്ഷം കൊടുത്തിട്ട് ഒരു വിസ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഓൾറെഡി ഞാൻ സ്റ്റുഡൻ്റായിട്ട് പോയപ്പോൾ ഒരു 25 ലക്ഷം രൂപ ആയിട്ടുണ്ട് മൊത്തത്തിൽ, എല്ലാം കൂടി ഹസ്ബൻഡ് വന്നതും. ഇനി ഒരു 15 ലക്ഷം കൂടി ഞാൻ താങ്ങൂല. ആ സമയത്താണ് ഈ ഫ്രീ വിസ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ശരി, ഞാനത് കാണാപ്പാടം പഠിച്ചു. അടുത്ത ദിവസം ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീ പോയാൽ പോരെ, നിനക്കല്ലേ വിസ. ഞാൻ പറഞ്ഞു, പറ്റില്ല, നീയും കൂടി വാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി പോയപ്പോൾ എനിക്കറിയാം ഈ ചോദ്യങ്ങളൊക്കെയാണ് എന്നോട് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ കോൺഫിഡൻ്റ് ആണ്. ഞാൻ അകത്തോട്ട് പോയി, ഹരി പുറത്തിരിക്കുവാണ്. അപ്പോൾ എന്നോട് അവർ ആദ്യം ചോദിച്ചത്, നീ ഫുഡ് കഴിച്ചോ? ഞാൻ പറഞ്ഞു, കഴിച്ചു. നിനക്ക് ഈ ജോലി ചെയ്യാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നിനക്ക് ഈ ജോലിയെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? നീ ടീച്ചറല്ലേ, ഇതെങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, ഇതൊരു ന്യൂ എക്സ്പീരിയൻസ് ആണ്, ഇത് എനിക്ക് എൻ്റെ അപ്പനെയും അമ്മയും നോക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യം പോലെയാണ്, എനിക്ക് അത്ര ഇഷ്ടമാണ് ഇവിടെ ഉള്ള ആൾക്കാരെ എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഉള്ള ആൾക്കാർക്കും നിന്നെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ എടുക്കുന്നതെന്ന് പറഞ്ഞു. നീ ഒരു ക്വസ്റ്റ്യൻ പോലും എന്നോട് ചോദിച്ചില്ല, നീ സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ചോദിച്ചു, പുറത്തിരിക്കുന്ന ആരാ? ഞാൻ പറഞ്ഞു, ഞാൻ ഹസ്ബൻഡാണെന്ന് പറഞ്ഞു. അദ്ദേഹം പുറത്ത് വന്ന് നോക്കി, ഹരി അകത്തേക്ക് വിളിച്ചു. എന്നിട്ട് എന്താ പേര്, എന്താ ചെയ്യുന്നത്? അപ്പോൾ ഹരി പറഞ്ഞു, ഞാൻ ബാങ്കിലാണ് ജോലി ചെയ്തിരുന്നത്, ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, ഒരു പെട്രോൾ ഷെല്ലിൽ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിക്കുവാണ്, വെറുതെ എൻ്റെ കൂടെ ഇൻ്റർവ്യൂ ജസ്റ്റ് എനിക്ക് കൂടെ വന്ന് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിക്കുവാണ്, നിനക്കും കൂടി ഈ ജോലി തരട്ടെ എന്ന്. അപ്പോൾ വീണ്ടും ഒരു വർക്ക് വിസ ചോദിച്ച എനിക്ക് വീണ്ടും 2ാമത്തെ വർക്ക് വിസ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, വലിയ താല്പര്യമില്ലാത്ത പോലെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ തലയാട്ടി, അപ്പോൾ 2 പേർക്ക് വർക്ക് വിസ കിട്ടില്ലേ, അപ്പോൾ അത്രയും പൈസ കിട്ടില്ലേ എന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹം മാനേജർ പറഞ്ഞു, നിന്നോടല്ല ഇവനോടാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഹരി പറഞ്ഞു, എനിക്ക് ഇഷ്ടമാണെന്ന്.
അങ്ങനെ വിസ കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു ആർക്കെങ്കിലും ഒരാൾക്ക് വർക്ക് വിസ മതി, അപ്പോൾ ഒരാൾക്ക് ഡിപ്പെൻഡൻ്റ് ആവാം. അപ്പോൾ എൻ്റെ അത്യാഗ്രഹം ഹരിക്ക് വർക്ക് വിസ കിട്ടിയിട്ട് ഞാൻ വീണ്ടും പഠിക്കാം, ഞാൻ ടീച്ചറാവാം. അപ്പം പറഞ്ഞു നിനക്ക് വർക്ക് വിസ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നീ ഇവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ ഭർത്താവിന് ഞങ്ങൾ വർക്ക് വിസ കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. കൂടെയുള്ള ഒരു സുഹൃത്ത് ഒരു 12 ലക്ഷം കൊടുത്ത് വിസ എടുത്തു. അവൾക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ വിസ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അവർക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ കിട്ടിയില്ലേ, നമുക്കും പെട്ടെന്ന് കിട്ടും എന്ന് പറഞ്ഞിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്പം ഞാൻ കോളേജിൽ പോകുന്നത് സ്റ്റോപ്പ് ചെയ്തു. കാരണം വിസയ്ക്ക് അപ്ലൈ ചെയ്തു, 2 ആഴ്ചയ്ക്കുള്ളിൽ വിസ വരും. 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു, വരുന്നില്ല, വിസ വരുന്നില്ല. ഭയങ്കര തടസ്സം. ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ എവിടെയോ ഞാനൊന്ന് ഡൗൺ ആയി എന്ന് എനിക്ക് മനസ്സിലായി. വചനങ്ങളൊക്കെ എഴുതി ഒട്ടിക്കുമായിരുന്നു. അതൊന്നും ഞാൻ ജസ്റ്റ് ഇങ്ങനെ സമയമില്ല, അതാണ് മെയിൻ. രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെ ക്ഷീണം വന്നിട്ട് കുളിക്കും, ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടാക്കും, പ്രാർത്ഥിക്കും, കിടക്കും, അത്രയേ ഉള്ളൂ. എനിക്ക് ബൈബിൾ വായിക്കുന്നതൊക്കെ ഞാൻ ആ സമയത്ത് ഞാൻ നിർത്തി. അപ്പോഴത്തേക്ക് വരുന്നില്ല, 4 മാസം ആയപ്പോഴത്തേക്ക് വരുന്നില്ല. കോളേജിൽ നിന്ന് മെയിൽ വന്നു, ഓൾറെഡി ഒരു മെയിൽ വന്നു, നീ കോഴ്സ് പാസ്സായി, ഇനി ഡെസർട്ടേഷനും കൂടി വെച്ചാൽ ഗ്രാജുവേഷൻ നമുക്ക് സെറമണിയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഫീസ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ എനിക്കിനി ബാക്കിയൊരു 8 ലക്ഷം രൂപ ഫീസും കൂടി അടയ്ക്കണം. അപ്പോൾ കോളേജുകാർക്ക് മനസ്സിലായി ഞാൻ കോഴ്സ് ഡ്രോപ്പ് ചെയ്തു എന്ന് മനസ്സിലായി. അപ്പോൾ എനിക്ക് മെയിൽ വന്നു. ലാസ്റ്റ് മെയിൽ വന്നത് ഇങ്ങനെയാണ്, ഞാൻ അവിടെ IELTS എഴുതി, അതും നല്ല സ്കോർ ഉണ്ടായിരുന്നു. അപ്പോൾ മെയിൽ വന്നത് ഇങ്ങനെയാണ്, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കയറി പോകണം, കാരണം ഇവിടെ ഇനി നിനക്ക് നിൽക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരണം, അല്ലെങ്കിൽ ഞങ്ങൾ എംബസിയെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വന്നു. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാലും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി എക്സാം എഴുതി, IELTS എക്സാം എഴുതിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എഴുതിയത് ജനറലാണ്. അപ്പോൾ ഹരിക്ക് വിസ വേണ്ടാത്തത് കൊണ്ട് ഹരി പറഞ്ഞു ഞാൻ തനിയെ വയ്ക്കാം, നീ ഒരു സോളിസിറ്ററെ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വക്കീൽ വഴി ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ IELTS അല്ല എഴുതേണ്ടത്, നീ എഴുതിയ IELTS മാറിപ്പോയി, വീണ്ടും IELTS എഴുതാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അക്കാഡമിക് എഴുതി. അപ്പോൾ ഹരി എഴുതിയില്ല. ഹരി എഴുതാത്തത് കാരണം വിസ വേണ്ട, ഇത് തനിയെ റിജക്റ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഹരി എഴുതിയില്ല. പക്ഷേ ഈ മാനേജറെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് തനിയെ വിസ വെച്ചു, ഞാനും വിസയ്ക്ക് വെച്ചു. ഞങ്ങൾ രണ്ടുപേരും വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഒരാഴ്ച മുമ്പ് ഹരിയുടെ എംബസിയിൽ നിന്ന് മെയിൽ വരുവാണ്, ഹരിയുടെ വിസ എഴുതിയ എക്സാം മാറിപ്പോയി, ഇതല്ല 10 ദിവസത്തിനുള്ളിൽ പുതിയ IELTS എഴുതിയിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഹരിയുടെ വിസ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നു. അപ്പോൾ അതിൻ്റെയോടൊപ്പം തന്നെ എൻ്റെയും മെയിൽ വന്നു കോളേജിൽ നിന്ന്, അതായത് എനിക്ക് കോളേജിൽ ഇനി പഠിക്കാൻ പറ്റില്ല, UK നിൽക്കാൻ പറ്റില്ല, പോകണം. അപ്പോൾ ഹരിക്ക് വിസ ഇല്ല, കാരണം എക്സാം എഴുതിയിട്ടില്ല. 10 ദിവസത്തിനുള്ളിൽ എക്സാം എഴുതി റിസൾട്ട് സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പോസിബിളായിട്ടുള്ള കാര്യമേ അല്ല. അപ്പം ഞാൻ പെട്ടെന്ന് മാതാവിനൊരു ലെറ്റർ എഴുതി. ഞാൻ ഇങ്ങനെ സാക്ഷ്യം കേട്ടപ്പോൾ എവിടെയോ കേട്ടു മാതാവിന് ആരൊക്കെയോ ലെറ്റർ എഴുതിയെന്ന്. ഞാനും ലെറ്റർ എഴുതി, കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ലെറ്റർ എഴുതിയിട്ട് പറഞ്ഞു പാപങ്ങളെല്ലാം ഇവിടെ ക്രിസ്ത്യൻസ് കുമ്പസരിക്കുമല്ലോ, അപ്പം ഞാനെങ്ങനെയാണ് കുമ്പസരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയും ഞാനൊരു പേപ്പർ എടുത്തിട്ട് ഞാൻ മനസ്സിൽ ആലോചിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും പോകുമ്പോൾ ഒരു ചെറിയ ഷോർട്ട് ഡ്രസ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഇവർക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ ഒരു പാപമാണ്, എനിക്കറിയാം അതൊക്കെ പാപമാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം, ആ മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി അത് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അടുത്ത ദിവസം ഞാൻ കത്തിച്ച് കളയുക ചെയ്യുന്നത്. അതാണ് എൻ്റെ കുമ്പസാരം. അങ്ങനെയായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതി. ഞാൻ വീണ്ടും കുമ്പസരിച്ചു, വിശുദ്ധീകരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ വന്നിട്ട് സാക്ഷ്യം പറയുന്നതല്ല, അതിനുമൊക്കെ അപ്പുറം കാണുന്ന ആൾക്കാരോടെല്ലാം ജീവിതകാലം മുഴുവൻ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം, നിന്നെ മഹത്വപ്പെടുത്താൻ പറ്റണം. ഇവിടെ വന്നിട്ട് കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ പറയുന്നതല്ല, എല്ലാവരുടെയും മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ എനിക്ക് വിളിച്ച് പറയാൻ പറ്റണം, നീ കാരണമാണ് എനിക്ക് ഈ പൊസിഷനിൽ എത്താൻ പറ്റിയത് എന്നുള്ള രീതിയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം, എന്നെ അങ്ങനെ ഉയർത്തണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് 8-ാം തീയതി 8 എന്ന് പറയുന്ന ഒരു തീയതിയിൽ എനിക്ക് വിസ വരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് 2 ആഴ്ച മുമ്പാണ് ഞാൻ ലെറ്റർ എഴുതിയത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ 8 എന്നുള്ള ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുവാണ്, ഉറപ്പായിട്ടും വരും. അപ്പോൾ ഹരി പറഞ്ഞു എന്നാൽ ഞാൻ വിശ്വസിക്കാം. ഞാൻ ഈ ലെറ്റർ എഴുതി മടക്കി കൃപാസനം പത്രത്തിൽ വെച്ചിട്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 8-ാം തീയതി ആയി, രാവിലെ ആയി, വിസ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തിരിച്ച് വരേണ്ടി വരുന്ന ഒരവസ്ഥയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ ഹരി പോയി. അപ്പം ഞാൻ ജോലിയുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു 101 വട്ടം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയേക്കാം. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് 101 വട്ടം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലാം. അതിന് മുമ്പ് എനിക്ക് ഈ 8 എന്നുള്ള തീയതി കഴിയുന്നതിന് മുമ്പ് എനിക്ക് വിസ വരണം എന്ന് പറഞ്ഞു. ഞാൻ 3 വട്ടം ചൊല്ലിയതേ ഉള്ളൂ, 3 വട്ടം. ഞാൻ താഴത്തെ ഫ്ലോറിലും എൻ്റെ ഹസ്ബൻഡ് മേളത്തെ ഫ്ലോറിലുമാണ്. ഞങ്ങൾക്ക്
പരസ്പരം കാണാൻ പറ്റില്ല, ബ്രേക്ക് കഴിയാതെ അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിയാതെ കാണാൻ പറ്റില്ല. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ഹസ്ബൻഡ് താഴേക്ക് വരുവാണ്, ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് വരുവാണ്. ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ പറഞ്ഞു നിൻ്റെ വിസ അപ്രൂവ് ആയി, ഇതേണ്ട മെയിൽ വന്നു എന്ന്. ഞാൻ കരയുമായിരുന്നു. ഞാൻ അവിടെ മുട്ടുകുത്തി ഞാൻ അലറി നിലവിളിച്ചു. അവിടുത്തെ ഇംഗ്ലീഷുകാർ നോക്കുമായിരിക്കും ഇവളെന്തായി ചെയ്യുന്നതെന്ന്. കാരണം അവർക്കറിയില്ല ഈ വിസ എന്ന് പറയുന്നത് എനിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർക്കറിയില്ല. ഇത് മാതാവിൻ്റെ വിസയാണ്. അപ്പോൾ ഇനി ഹരിക്ക് വിസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഹരിക്ക് ഓൾറെഡി മെയിൽ വന്നു, 10 ദിവസത്തിനുള്ളിൽ ഹരി എക്സാം സബ്മിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹരിക്ക് ആ വിസ ക്യാൻസലാകും. അപ്പോൾ ക്യാൻസൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിലിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഹരിക്ക് മെയിൽ വന്നു. ഹരി തെറ്റിച്ചെഴുതിയ എക്സാം റിജക്റ്റായി എന്ന് പറഞ്ഞ് മെയിൽ വന്ന വിസ അപ്രൂവായി എന്ന് പറഞ്ഞിട്ട് ഹരിക്ക് വിസ വന്നു. അത് ഭയങ്കര ഒരു അത്ഭുതമാണ്. ഒരിക്കലും UK എംബസിയിൽ വിസ റിജക്റ്റായി എന്ന് പറഞ്ഞ് വന്ന ഒരു മെയിൽ, എക്സാം തെറ്റായിട്ട് എഴുതി എന്ന് പറയുന്ന ഒരു എക്സാം ഒരിക്കലും വിസ കിട്ടില്ല. പക്ഷെ വിസ കിട്ടി. ഞങ്ങൾ 2 പേരും ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുകയാണ്. അവിടെ ഒരു കുഴപ്പമില്ല, നല്ല ശമ്പളമുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നത് പോലെയാണ് ഡ്യൂട്ടി. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ടേ ഉള്ളൂ. നല്ല ഡ്യൂട്ടി, ഒരു കുഴപ്പമില്ല, ഫ്ലെക്സിബിളാണ് എല്ലാ കാര്യങ്ങളും. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഇപ്പോൾ എൻ്റെ ഏജൻസിയിലുള്ള ആൾക്കാർ ഞാൻ ട്രെയിൻ ചെയ്യുവാണ്. എന്നെ ട്രെയിൻ ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിവിടെ ഒരു നല്ല സ്ഥാനം ദൈവം തന്നു, മാതാവ് തന്നു. എന്നിട്ട് ഇനി അടുത്ത കടമ്പ ഞങ്ങൾക്കൊരു വീട് വേണം. അത് ഞങ്ങൾക്ക് കാറൊന്നുമില്ല. അപ്പോൾ ഇപ്പം തൽക്കാലം കാറൊന്നും എടുക്കേണ്ടെന്നുള്ള ഒരു രീതിയിലിരുന്നു. അപ്പം ഞാൻ വീണ്ടും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 8 എന്ന് പറയുന്ന ഡേറ്റ്. അപ്പോൾ ഈ അച്ഛൻ ഒരു ടോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 2/8 എന്നുള്ളൊരു തീയതി കാണുന്നുണ്ട്. അത് 2 ആണോ 8 ആണോ 28 ആണോ എന്ന് എനിക്കറിയില്ല എന്ന്. അപ്പോൾ ഈ ലെറ്റർ ഞാൻ മാതാവിന് എഴുതിയപ്പോൾ ഞാൻ 7 എന്നുള്ള ഡേറ്റാണ് ഫസ്റ്റ് ഇട്ടത്. അത് ഞാൻ അച്ഛൻ്റെ ടോക്ക് ഇട്ടിട്ട് ഞാൻ മാതാവെ അത് 7 എന്ന് തിരുത്തി ഞാൻ 8 ആക്കിയതാണ് കേട്ടോ. ആ 8 എന്നുള്ള തീയതി തന്നെ എനിക്ക് തന്നു. അടുത്ത ടാസ്ക് എനിക്കൊരു വീട് വേണം എന്നുള്ളതായിരുന്നു. അപ്പോൾ UK ഇപ്പോൾ ഇവിടെ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ അറിയാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കാൻ പോകുന്നത് ഒരു വീട് കിട്ടുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. വീട് കിട്ടില്ല, വലിയ ബുദ്ധിമുട്ടാണ്. ഒരു റൂം പോലും കിട്ടില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു, വിശ്വസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, മുട്ടുകുത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി 33 ദിവസം മുടങ്ങാതെ 33 വട്ടം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാമെന്ന് ഞാൻ മാതാവിനോട് നേർന്നു. ഞാൻ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അത്രയ്ക്കും നമ്മൾ ടയേർഡായിരിക്കും. എന്നിട്ടും പക്ഷെ ഞാനത് മുടങ്ങാതെ ഞാൻ ചൊല്ലി. എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ 8 എന്നുള്ള തീയതിക്ക് ഒരു ഏജൻസി മുഖാന്തരം എനിക്ക് വീടിൻ്റെ താക്കോല് കിട്ടി. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് വെറും 7 മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിൽ എനിക്കൊരു ഫ്ലാറ്റ് കിട്ടി. അത് അത്ഭുതമാണ്. കാരണം എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ വീട് നോക്കുകയാണ്, ഫ്ലാറ്റ് നോക്കുകയാണ്, ആർക്കും കിട്ടുന്നില്ല. പക്ഷേ എനിക്ക് കിട്ടി. അവിടെയുള്ള നേഴ്സുമാർ ചോദിക്കുകയാണ് നിനക്ക് എങ്ങനെ കിട്ടി? ഞാൻ പറഞ്ഞു ഇത് എൻ്റെ മിടുക്കുകൊണ്ടൊന്നുമല്ല, എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കാരണം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരോട് മാതാവിനെ പറ്റിയിട്ട് പറയാൻ തുടങ്ങി. അവിടുത്തെ ഇംഗ്ലീഷുകാരോട്, സിംബാബ്വേക്കാരോട്, ആഫ്രിക്കക്കാരോട്, ഈജിപ്തിൽ നിന്നൊക്കെ വന്ന ആൾക്കാരോട് ഞാൻ മാതാവിനെ പറ്റിയിട്ട് പറയുകയാണ്. അങ്ങനെ അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ നീ പ്രാർത്ഥിക്കുന്ന മാതാവിനോട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം, പക്ഷെ നിങ്ങളും കൂടി പ്രാർത്ഥിക്കുക. അങ്ങനെ എനിക്ക് 8-ാം തീയതി തന്നെ എനിക്ക് വീട് കിട്ടി. 2ാമത്തെ അനുഗ്രഹം. 3ാമത്തത് ഇനി എൻ്റെ മക്കളെ കൊണ്ടുവരണം. എനിക്ക് 2 മക്കളാണ്. മോൾക്ക് 6 വയസ്സ്, മോന് 2 വയസ്സ്. അതുപോലെ തന്നെ പ്രാർത്ഥിച്ച ഡേറ്റിൽ എനിക്ക് 2 പേർക്കും വിസ കിട്ടി. ഇനി ഞാൻ മെനഞ്ഞാന്ന് UK വന്നതേ ഉള്ളൂ, 2 ദിവസമായതേ ഉള്ളൂ UK വന്നിട്ട്. ഇനി ഞാൻ ഈ സൺഡേ പോവുകയാണ്, എൻ്റെ മക്കളെ കൊണ്ടുപോവാണ്. എൻ്റെ മോള് ഇവിടെ UKGയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾക്ക് ഈ മിഡിൽ സ്കൂളിൽ അവിടെ അഡ്മിഷൻ കിട്ടില്ല. പക്ഷെ ഞാൻ മാതാവ് എനിക്ക് കാണിച്ചു തന്നിരുന്നു. എൻ്റെ ഈ വിസയൊക്കെ കിട്ടുന്നതിന് മുമ്പ് ജോസഫ് അച്ഛൻ എൻ്റെ സ്വപ്നത്തിൽ വന്നിട്ടിങ്ങനെ എൻ്റെ തലയ്ക്ക് പിടിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വിസ കിട്ടുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് ജോസഫ് അച്ഛൻ എൻ്റെ ഡ്രീമിൽ വന്നതും എൻ്റെ തലയ്ക്ക് പിടിക്കുന്നതൊക്കെ. അപ്പം ഞാൻ ഹരിയോട് പറഞ്ഞു വിസ കിട്ടാൻ പോവാണ്, 8-ാം തീയതി തന്നെ വിസ കിട്ടും എന്നിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ സാക്ഷ്യങ്ങൾ മാത്രം സ്റ്റാറ്റസ് ആക്കാൻ നോക്കിയപ്പോൾ അച്ഛൻ വന്നിട്ട് എന്നോട് പറയാണ് നീ ഇങ്ങനെ സ്വപ്നത്തിലാണ് അച്ഛൻ വന്നിട്ട് പറയാണ് നീ ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടത് കൊണ്ട് മാത്രമൊന്നും കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ പുണ്യപ്രവർത്തികളും കൂടി ചെയ്യാൻ. അങ്ങനെ പിന്നെ അവിടെ വീടിനടുത്തുള്ള അനാഥാലയത്തിൽ എനിക്കൊന്നും അവിടെ പോയി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നാട്ടിൽ അനാഥാലയത്തിൽ അവിടെ വയസ്സ് ചെയ്യുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ താമസിക്കുന്ന സ്ഥലത്ത് ഫുഡ് ഒരു ദിവസം, എല്ലാ ദിവസവും അല്ല, ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ എനിക്ക് ഫുഡ് കൊടുക്കാൻ പറ്റി. പിന്നെ എൻ്റെ മോളുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛന് കിഡ്നി ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസയൊക്കെ കൊടുക്കാൻ മാതാവിനെ അങ്ങനെ ഒരുപാട് അനുഗ്രഹിച്ചു. എൻ്റെ മോൾക്ക് അവിടെ 2nd സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ കിട്ടുമെന്നാണ് പറഞ്ഞത്. UKGയിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്
പെട്ടെന്ന് UK ചെന്നിട്ട് 2nd സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കുഞ്ഞിന് 1st സ്റ്റാൻഡേർഡിൽ അഡ്മിഷൻ കിട്ടാൻ. അത് നടക്കുന്ന കാര്യമായിരുന്നില്ല, പക്ഷേ അത് കിട്ടി. എൻ്റെ മോൾക്ക് വളരെ അത്ഭുതകരമായിട്ട് വീടിന് 2 മിനിറ്റ്, എൻ്റെ വീടിൻ്റെ 2 മിനിറ്റ് ദൂരത്തിൽ ഒരു സ്കൂളുണ്ട്, അവിടെ 1st സ്റ്റാൻഡേർഡിൽ തന്നെ അഡ്മിഷൻ കിട്ടി. എൻ്റെ മോള് ഇപ്പോൾ ഞങ്ങൾ പോവാണ്, എന്നിട്ട് 22-ാം തീയതി അവൾക്ക് സ്കൂളിൽ അഡ്മിഷനാണ്. ഒരുപാട് അനുഗ്രഹങ്ങളാണ്. പൂജ്യമായിട്ട് നിന്ന എന്നെ ഇപ്പോഴും ഒന്നുമല്ല, പക്ഷേ മാതാവ് ഒത്തിരി ഉയർത്തി. ഇവിടെയൊക്കെ എന്നെ സഹായിച്ചൊരു വചനമുണ്ട്, ഏശയ്യാ 45:2-3. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് നൽകും. എല്ലാ ദിവസവും ഞാനിത് 33 വട്ടം ചൊല്ലിയിട്ടാണ് പോകുന്നത്. 33 വട്ടമൊന്നുമല്ല, എപ്പോഴും ചൊല്ലും. ഈ ഒരു വചനത്തിൻ്റെ ശക്തി. പിന്നെ സങ്കീർത്തനങ്ങൾ 91, പിന്നെ മത്തായി, അങ്ങനെ എല്ലാം. ബൈബിള് എന്ന് പറയുന്നത്, ഞാൻ ജോലി ചെയ്യുമ്പോൾ എൻ്റെ ബാഗിൽ ചോറുപെട്ടിയല്ല, ബൈബിളാണ് കൂടെ ഉള്ളത്. അത് ഓക്കെ. അപ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിന്, എൻ്റെ യേശുവിന് 1000 ഒരു കോടി നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പ്രൈസ് ദി ലോർഡ്. ആവേ മറിയ. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ. ശ്രീരഞ്ജിനി ഹരിദേവ് ഇവിടെ അനുഭവ സാക്ഷ്യം വിവരിച്ചപ്പോൾ ആ മകൾ പറഞ്ഞു, ഞാനൊരു സീറോയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഇവിടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ ദൈവം എന്നിൽ ചൊരിഞ്ഞ കൃപകൾ ഒത്തിരിയാണ് എന്ന്. തൻ്റെ വിസയ്ക്ക് വേണ്ടിയിട്ട്, അതുപോലെ UK പോകണം എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ മകളുടെ കൂടെ എങ്ങനെയാണ് ദൈവം പ്രവർത്തിച്ചത്, ഏതൊക്കെ വഴികളാണ് ഈ മകൾക്ക് മുൻപിൽ തുറന്നിട്ടത്. അതായത് ശ്രീരഞ്ജിനി എന്ന് പറയുന്ന മകൾ ജ്ഞാനസ്നാനത്തിലൂടെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന മകളല്ല. ഈശോയെ അറിഞ്ഞ് ഈശോയെ സ്നേഹിക്കാൻ തയ്യാറായി വന്ന ഒരു മകളാണ്. അങ്ങനെയുള്ള ഈ മകൾ അവളുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെയാണ് ദൈവം ഇടപെട്ടതെന്ന് ഇവിടെ വളരെ വ്യക്തമായി വിവരിക്കുകയുണ്ടായി. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ എന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുക. അവിടെ ദൈവം അളവില്ലാതെ നിറച്ചളന്ന് കൊടുക്കുകയാണ്, മടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടി സ്റ്റുഡൻറ്റ് വിസയിൽ പോയ ആൾക്ക് വർക്കിംഗ് വിസ, അതും ഒരിക്കലും ചിന്തിക്കാത്ത രീതികളിലെല്ലാം കൊടുക്കുകയാണ്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഡേറ്റിനനുസരിച്ച് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ മകൾക്ക് മനസ്സിലാവുകയാണ്. ഈ മകൾ ഓൺലൈൻ ഉടമ്പടി ചെയ്ത് ജീവിതത്തിൽ എന്താണ് ഈ മകൾ ചെയ്തത്? അതായത് തിരുവചനം ആഴമായി വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ഈ മകൾ സമയം കണ്ടെത്തി. സ്കൂളിൽ പോയിരുന്നപ്പോൾ, കുട്ടികളെ ഇവിടെ പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ, ആ സന്ദർഭങ്ങളിലെല്ലാം തനിക്ക് ആകുന്നത് പോലെ വചനങ്ങൾ എവിടെയും ഈ മകൾ എഴുതി വയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഏത് സമയം കിട്ടിയാലും ഫ്രീ ടൈമൊക്കെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സമയമെടുത്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് അത് ഉടനടി നമുക്ക് പ്രതിഫലം തരുന്ന ഒരു ജീവിതമാണ്. എന്നാൽ ഉടമ്പടി ജീവിതത്തോട് നാം കാണിക്കേണ്ട പ്രതിബദ്ധത അതൊന്ന് മാത്രമാണ് ദൈവം ഇവിടെ ആഗ്രഹിക്കുക. വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് ഈ മകൾ കേട്ടിട്ടുണ്ട്. വളരെ ചെറുപ്പം മുതൽ ക്രിസ്ത്യൻ സ്കൂളുകളിൽ പഠിച്ചതുകൊണ്ട്, ക്രിസ്ത്യൻ കൂട്ടുകാരുള്ളതുകൊണ്ട് ഈ മകൾക്ക് അതെല്ലാം നന്നായി അറിയാം. എന്നാൽ വിശുദ്ധ കുമ്പസാരം ഈ മകളോട് ആരും ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ തൻ്റെ തന്നെ ബോധ്യത്തിൽ നിന്ന് ഈ മകൾ വിശുദ്ധ കുമ്പസാരം എങ്ങനെയാണ് നടത്തിക്കൊണ്ടിരുന്നതെന്ന് ഇവിടെ പറഞ്ഞു. താൻ ഏതെങ്കിലുമൊക്കെ ചെയ്യേണ്ടതല്ലാത്ത അല്ലെങ്കിൽ പറയേണ്ടതല്ലാത്ത വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു പേപ്പറിൽ കുറിച്ച് വെച്ച് അത് മാതാവിൻ്റെ തിരുനടയിൽ അർപ്പിച്ച് വീണ്ടും അത് കത്തിച്ചു കളയുകയാണ് ചെയ്യുക. എത്രയോ ബോധ്യങ്ങളാണ് ഈ മകൾക്ക് കിട്ടിയിരിക്കുക.
അപ്പോൾ ഇത്രയേറെ കൃപകൾ നൽകി അവരുടെ കുടുംബ ജീവിതത്തെ ഒത്തിരിയേറെ അനുഗ്രഹിച്ച് ഇന്ന് UK-യിൽ സന്തോഷത്തോടെ താമസിക്കുവാനായിട്ടുള്ള ഒരിടം ഒരുക്കി കൊടുത്ത, അവിടെ എടുക്കുന്ന ജോലി ഏറ്റവും വിശ്വസ്തയോടെ ചെയ്യുവാനായിട്ടും ഏറ്റവും അർപ്പണബോധത്തോടെ ചെയ്യുവാനുമായിട്ടാണ് ഈ മകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് ആ മകളുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച ഈ മകളെയും കുടുംബത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം.